ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ അതോ KN ബാലഗോപാലാണോ ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. തീർച്ചയായും നമ്മൾ ഇക്കാലം അത്രയും കണ്ട് ശീലിച്ച ഒരു രീതി എന്ന് പറയുന്നത് പൊട്ടിത്തെറികളും പരസ്യമായ വിഴുപ്പലക്കുകളും അതോ പരസ്യപ്പോരും കലഹങ്ങളും ഒക്കെ തന്നെ നമ്മൾ UDF-ലാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കണ്ട് ശീലിച്ചത്. പതിവ് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് ഇനി ഇടതുമുന്നണിയുടെ രാഷ്ട്രീയം മാറുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഒരു പൊട്ടിത്തെറിയോ കലഹങ്ങളൊക്കെ CPM-ലും CPI-ലും ഉണ്ടാകുമോ എന്നാണ്. പാർട്ടി രാഷ്ട്രീയവും ആഭ്യന്തര വശവും കലഹങ്ങളൊക്കെ എല്ലാ സമയത്തും പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ ഉന്നത നേതൃയോഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതൊരു തെരുവിലേക്കൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം ആ സിസ്റ്റം, ആ സംവിധാനം അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിക്കും എതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. CPM-ലെ കണ്ണൂരിലൊക്കെ തന്നെയും സംസ്ഥാനത്തിന്റെ MV ഗോവിന്ദനെതിരെയും ഒപ്പം തന്നെയും KK രാഗേഷിനെതിരെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഒരു സമയത്ത് പരസ്യമായി തന്നെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല ഇന്നലെയൊക്കെ നോട്ടീസുകൾ, ഫ്ലക്സുകളും ഏതൊക്കെയോ ഭാഗങ്ങളിലൊക്കെ തന്നെയും ഉയർന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളടക്കം നേതാക്കന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പോർവിളിയൊക്കെ നടക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് CPI-ക്കുള്ളിൽ ഇന്നലെ ജനയുഗമൊക്കെ തന്നെ വലിയ അതിരൂക്ഷ വിമർശനമാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന നേതൃയോഗങ്ങൾ രണ്ട് പാർട്ടികൾ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടക്കുന്ന പാർട്ടി യോഗങ്ങളാണ്. ഉറപ്പായും തെരഞ്ഞെടുപ്പിന്റെ തോൽവി വിലയിരുത്തും. പക്ഷെ അത് ആഴത്തിലുള്ള വിലയിരുത്തലൊന്നും ഉണ്ടാവുകയില്ല. പ്രാഥമികമായ വിലയിരുത്തൽ ഉണ്ടാകും. കാരണം ആഴത്തിലുള്ള വിലയിരുത്തലിന് സംസ്ഥാന സമിതികൾ ചേർന്ന് തന്നെയാകും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവുക. മാത്രവുമല്ല ഇന്ന് ചേരുന്ന സംസ്ഥാന CPM സെക്രട്ടേറിയറ്റിൽ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിലുള്ള തീരുമാനമെത്തും. അത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാവും ആദ്യ ചോദ്യം ഉയരുക. പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ മാത്രം അടുത്ത സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിനായിരിക്കും സാധ്യത. ഈ രണ്ടു പേരിലല്ലാതെ മറ്റൊരു മൂന്നാമതൊരു പേര് ഉയർന്നു വന്നിട്ടില്ല. അത് വരാനുള്ള സാധ്യതയും സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറെക്കുറെ സാധ്യത KN ബാലഗോപാൽ സീനിയോറിറ്റി പ്രകാരം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നയിക്കാൻ തന്നെയായിരിക്കും. അതിന്റെ ഇന്ന് തീരുമാനമാകും. പക്ഷേ പ്രഖ്യാപനം മുന്നണി നേതാക്കളെ, ഘടകകക്ഷികളെ ഫോണിലൂടെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ അടിയന്തരമായ ഒരു ഘടകകക്ഷി യോഗം, ഇടതുമുന്നണി യോഗം ചേർന്നോ അങ്ങനെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു വ്യക്തത തീരുമാനമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് CPM-ന്റെ CPI-യുടെ നേതൃയോഗങ്ങൾ, തുടർ നേതൃയോഗങ്ങൾ വീണ്ടും ചേരുകയും എന്താണ് പാർട്ടിക്ക് സംഭവിച്ചത്, തിരുത്തലുകളും തെറ്റുതിരുത്തലുകളും ഒക്കെ വരുത്തി മുന്നോട്ട് പോകാനുള്ള നടപടികളിലേക്കൊക്കെ അവർ കടക്കും. ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിലനിൽക്കുമെന്ന് ഇതിനോടകം തന്നെ നേതാക്കളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന കലഹങ്ങളും പൊട്ടിത്തെറികളും എത്ര കണ്ടിന് പുറത്തേക്ക് മറനീക്കി വരും എന്നറിയുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം കടന്നുപോകുന്നത്. ശരി, കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതാണ്. VD സതീശനാകുമോ, KC വേണുഗോപാലാകുമോ, രമേശ് ചെന്നിത്തല ആകുമോ എന്നുള്ളതാണ്. ഒപ്പം പ്രതിപക്ഷത്തേക്ക് വരികയാണെങ്കിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ പിണറായി വിജയൻ എത്തുമോ അതോ KN ബാലഗോപാൽ ആയിരിക്കുമോ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊക്കെയാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിൽ ഡിസൂസ.